അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا مس الإنسان الضر دعانا لجنبه أو قاعدا أو قائما فلما كشفنا عنه ضره مر كأن لم يدعنا إلى ضر مسه كذلك زين للمسرفين ما كانوا يعملون. സ്നേഹമുള്ള വിശ്വാസിനികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനിൽ നന്മയുണ്ടാകാൻ ധാരാളം സാരോപദേശങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ കുറേ ഉപദേശങ്ങൾ ഒന്നിച്ച് നൽകിയ ഒരു സ്ഥലമാണ് വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറ ഇസ്രായിലെ 23 മുതൽ ഏകദേശം ഒരു 37-38 ആയത്തുകൾ വരെയുള്ള ഭാഗം. ആ സാരോപദേശങ്ങൾ അവസാനിപ്പിക്കുന്നിടത്ത് 37-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഉപദേശം വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അവിടെ പറഞ്ഞത്
വലാ തംശി ഫിൽ അർളി മറഹ, നീ ഒരിക്കലും ഭൂമിയിൽ അഹന്തയോടുകൂടി നടക്കരുത്. ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല, നീ എത്ര അഹന്തയും അഹങ്കാരവും പൊങ്ങച്ചവും ഒക്കെ കാണിച്ചാലും ലൻ തഖ്രിഖൽ അർള, നിനക്ക് ഈ ഭൂമിയെ ചവിട്ടി പിളർത്താനോ വലൻ തബ്ലുഗൽ ജിബാല തൂല, ഉയരത്തിൽ പർവ്വതങ്ങളോടൊപ്പമെത്താനോ നിനക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് വിനയമുള്ള ജീവിതമാണ്, അഹങ്കാരവും അഹന്തയും പൊങ്ങച്ചവുമില്ലാത്ത വിനയത്തിന്റെ ജീവിതമാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ നമുക്ക് നൽകിയ ഉപദേശം. സഹോദരങ്ങളെ, നാം എന്തു നേടിയാലും എത്ര നേടിയാലും അഹങ്കരിക്കാനും പൊങ്ങച്ചം കാണിക്കാനും നമുക്ക് ഒരു അവകാശവുമില്ല. യഥാർത്ഥത്തിൽ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലും നമ്മൾ ശരിക്കും നിസ്സഹായരാൻ, ഒന്നിനും കഴിയാത്തവരാൻ. കൂടുതൽ അത് ബോധ്യപ്പെടുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. മഴ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം പലതും നിരന്തരമായി ഒഴിവുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ നിന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന്, നിയമപാലകരിൽ നിന്നുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പലരും സ്വന്തം വീടുകളിൽ നിന്ന്, താമസ സ്ഥലങ്ങളിൽ നിന്ന് മറ്റു ഇടങ്ങളിലേക്ക് മാറി താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും വേഗത്തിൽ ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 1-2 മാസം നമ്മളൊന്ന് പിറകിലോട്ട് ചിന്തിച്ചു നോക്കിയാൽ അന്നും ഒരു നിസ്സഹായാവസ്ഥയിലൂടെ തന്നെയാണ് നമ്മൾ കടന്നുപോയത്. അത് ശക്തമായ ചൂടിന്റെ, സൂര്യാഘാതത്തിന്റെ, പ്രയാസങ്ങളുടെ, ധാരാളം മരണങ്ങളുടെ ഒരു സന്ദർഭമായിരുന്നു. ഇപ്പൊ ഒന്ന് വെയിൽ ശക്തമായാലും മഴ ശക്തമായാൽ പോലും ഒന്നും ചെയ്യാൻ സാധിക്കാതെ അന്താളിച്ചു നിൽക്കേണ്ട നിസ്സഹായാവസ്ഥയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഇനി അതുമാത്രമല്ല, ഒരു മഴയും വെയിലും മാത്രമല്ല, ഒരു രോഗം വന്നാൽ, ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ, അവിടെയൊക്കെ ഇനി എന്തു ചെയ്യുമെന്ന് അന്താളിച്ചു നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഈ പള്ളിയിൽ ഒരു അനുഭവമുണ്ടായി. ഇവിടെ ളുഹർ നമസ്കാരം കഴിഞ്ഞപ്പോ കാണാൻ നല്ല വ്യക്തിത്വമുള്ള, മാന്യമായി വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ സൊഫിൽ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം ഒരു സഹായം ആവശ്യപ്പെടാനാണ് അവിടെ എഴുന്നേറ്റ് നിന്നത്. അദ്ദേഹം കിഡ്നി സംബന്ധമായ രോഗമുള്ള വ്യക്തിയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കൈകളിൽ ഡയാലിസ് ചെയ്യുന്നതിന്റെ അടയാളങ്ങൾ, അതിന്റെ ചില ഉപകരണങ്ങളുടെ ചില ക്രമീകരണങ്ങൾ അദ്ദേഹത്തിന്റെ കൈകളിലുണ്ട്. അത് കാണിച്ചുകൊണ്ട് ആ ളുഹർ ജമാഅത്തിൽ പങ്കെടുത്ത ഇവിടെയുള്ള ആളുകളോട് അദ്ദേഹം സഹായം ആവശ്യപ്പെടുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ, തൊട്ടു മുൻപത്തെ സമയത്ത് പോലും ഡയാലിസിസിന് ഞാൻ വിധേയനായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളാലാകുന്ന വിധം നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നോക്കിയപ്പോ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വകയുണ്ടെങ്കിൽ നമ്മളുടെ ഇടയിൽ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കില്ലായിരുന്നു. ഇത്രമേൽ നിസ്സഹായമാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും കഴിയുന്ന കാര്യം ഏത് സമയത്തും അള്ളാഹുവിലേക്ക് വിനയപ്പെടുക, അവനിലേക്ക് കൈനീട്ടുക എന്നതു മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത്. പക്ഷെ മനുഷ്യന്റെ ഒരു പ്രത്യേകത, പ്രതിസന്ധികളിൽ മാത്രമാണ് മനുഷ്യൻ പലപ്പോഴും റബ്ബിനെ ഓർത്തുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാൻ,
വൈദാ മസ്സൽ ഇൻസാനു ദുർറു ദഅനാ ലിജംബിഹി ഔ ഖാഇദൻ ഔ ഖായിമാ. വൈദാ മസ്സൽ ഇൻസാനു ദുർറു, മനുഷ്യൻ എന്തെങ്കിലും ഒരു പ്രയാസം ബാധിച്ചാൽ ദഅനാ ലിജംബിഹി ഔ ഖാഇദൻ ഔ ഖായിമാ. കിടന്നുകൊണ്ടവൻ എന്നോട് പ്രാർത്ഥിക്കും, ഇരുന്നു കൊണ്ടവന്റെ കാര്യങ്ങളും ആവലാദികളും വേദനകളും പ്രശ്നങ്ങളും അവൻ എന്നോട് പറഞ്ഞു തേടും, നിന്നുകൊണ്ടും അവൻ എന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു മർറ കഅൻ ലം യദഊനാ ഇലാ ദുർരിൻ മസ്സ. ആ പ്രയാസം അവന് നാം അങ്ങ് നീക്കിക്കൊടുത്താൽ, ഇങ്ങനെ ഒരു പ്രയാസം നീങ്ങിക്കിട്ടാൻ ഞാൻ മുമ്പെന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ എന്ന ചിന്ത പോലുമില്ലാതെ അവനങ്ങനെ നടന്നു നീങ്ങുന്നത് കാണാം. കദാലിക സുയ്യിന ലിൽ മുസ്രിഫീന മാ കാനൂ യഅ്മലൂൻ. അപ്രകാരം അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്നതൊക്കെ ഒരു അലങ്കാരമാക്കി നാം തോന്നിപ്പിക്കുകയാണ്. എന്താ പടച്ചോൻ പറഞ്ഞത്? ഒരു പ്രയാസം ഉണ്ടായാൽ, സഹോദരങ്ങളെ, നാളെ ഒരാൾക്ക് 1 ലക്ഷം കൊടുക്കണം. ഇന്നത്തെ രാത്രി എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എത്ര നമ്മൾ തേടും പടച്ച റബ്ബിനോട്. പക്ഷെ അള്ളാഹു സഹായിച്ച് നാളെ അത് കൊടുത്ത് നാളത്തെ രാത്രിയോടെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എന്തെങ്കിലുമൊക്കെ കിട്ടാനും അവന്റെ പ്രയാസം നീങ്ങാനും ഒരു ദുരിതമുണ്ടായാൽ അത് മാറിക്കിട്ടാനും അവൻ നമ്മളോട് തേടിക്കൊണ്ടിരിക്കും. പക്ഷേ എന്തെങ്കിലും പടച്ച റബ്ബ് സഹായിച്ച് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത് അവന്റെ ആ പ്രശ്നം പരിഹരിച്ചു കൊടുത്ത പിന്നെ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം പറഞ്ഞ് ഞാൻ എൻ്റെ റബ്ബിനോട് തേടിയിട്ടുണ്ടല്ലോ എന്ന ചിന്ത പോലും ഇല്ലാതെ മനുഷ്യൻ മുന്നോട്ട് പോകും. ഇപ്പൊ മഴയാണ്, നിങ്ങളൊന്ന് ഉദാഹരണം എടുത്തു നോക്കി. മഴയുമായി ബന്ധപ്പെട്ട 2 പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന്, മഴയില്ലാത്ത സമയത്ത് എന്തു പ്രാർത്ഥിക്കണം, മഴക്ക് നല്ല പ്രയാസമുള്ള സമയത്ത് എന്ത് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അഇസ്ന, അല്ലാഹുമ്മ അഇസ്ന തുടങ്ങിയ വ്യത്യസ്തമായ പ്രാർത്ഥന ഇത് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു. ഇപ്പോ നമ്മുടെയൊക്കെ സ്റ്റാറ്റസുകളിൽ മെസ്സേജുകളിലൊക്കെ മഴ അധികമായാൽ എന്തു ചെയ്യണം, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന എന്ന പ്രാർത്ഥന നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ മഴ കിട്ടിയ സമയത്ത് നമ്മൾ എത്ര ആള് മുതിർനാ ബി ഫളില്ലാഹി വ റഹ്മത്തിഹി എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും? അതൊരു അനുഗ്രഹം കിട്ടിയതാണല്ലോ. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന പ്രാർത്ഥന നമ്മൾ എത്ര ആള് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും? ഇത് നമ്മുടെ ഒരു മനസ്സിന്റെ അടയാളാണ്. പ്രയാസാണ് എന്ന് തോന്നിയാൽ അത് പരിഹരിക്കാനുള്ള പ്രാർത്ഥന നമ്മൾ പഠിക്കും. പക്ഷെ ആശ്വാസവും അനുഗ്രഹവും സമാധാനവും കിട്ടുമ്പോൾ റബ്ബിനോട് നന്ദി കാണിക്കാനും പ്രാർത്ഥിക്കാനും റബ്ബിലേക്ക് മടങ്ങാനും സഹോദരങ്ങളെ നമുക്ക് എത്ര ആളുകൾക്ക് സാധിക്കാറുണ്ട് എന്നത് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത്, പരീക്ഷണങ്ങളെ മനസ്സിലാക്കുന്നിടത്തും നമുക്ക് ഈ വ്യത്യാസം കാണാൻ കഴിയും. ഇപ്പൊ നല്ല മഴയാണ്, ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങൾ ഇടങ്ങേറും പ്രയാസം ആകുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും വല്ലാത്തൊരു പരീക്ഷണമാണ്. രോഗവും മറ്റു പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ വല്ലാത്തൊരു പരീക്ഷണമാണ് എന്ന് പറയും. അള്ളാഹു നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്കെല്ലാം പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ സഹോദരങ്ങളെ, ആരോഗ്യവും പരീക്ഷണമല്ലേ? മഴ വന്നു വെള്ളം കയറി വീട്ടിൽ താമസിക്കാൻ കഴിയാതെ പോകുന്നത് പരീക്ഷണം എന്നതുപോലെ തന്നെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നതും ഒരു പരീക്ഷണമാണ്. അതിനെ പരീക്ഷണമായി മനസ്സിലാക്കാൻ നമുക്ക് എത്ര ആളുകൾക്ക് സാധിക്കാറുണ്ട്? മഹാനായ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം രാജ്ഞിയുടെ സിംഹാസനം നൊടിയിടയിൽ തന്റെ മുന്നിലെത്തിയ സമയത്ത് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അശ്കുറ അം അക്ഫുർ വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സി വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബ് എനിക്ക് തന്ന ഔദാര്യമാണ്, അനുഗ്രഹമാണ്. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാനാണ്. അശ്കുർ അം അക്ഫുർ, ഞാൻ നന്ദിയാണോ നന്ദികേടാണോ കാണിക്കുന്നതെന്ന് നോക്കാൻ. വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സി, ആരെങ്കിലും നന്ദി കാണിച്ചാൽ അത് സ്വന്തത്തിനു വേണ്ടിയാണ്. വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം.
ഇനി ആരെങ്കിലും നന്ദികേട് കാണിച്ചാലും പടച്ചോനൊന്നുമില്ല, അവൻ ധന്യനാണ് എന്ന് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ച പ്രഖ്യാപനാണ്. രോഗമുള്ള മനുഷ്യരെ നോക്കി, മഴ പെയ്ത് വെള്ളം കയറി എന്തു ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു നിൽക്കുന്നവരെ നോക്കി പരീക്ഷണമെന്ന് പറയുന്ന നമ്മൾ, നമ്മുടെ സ്വസ്ഥമായ വീടും നമ്മുടെ ആരോഗ്യാവസ്ഥയും പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചോ എന്ന് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഈ പ്രതിസന്ധികൾ റബ്ബിലേക്ക് കൂടുതൽ നമ്മെ അടുപ്പിക്കുന്ന അവസ്ഥയുണ്ടാകണം. ഇത് മടങ്ങാൻ നമ്മളെ സഹായിക്കണം. നോക്കൂ, നിങ്ങൾ മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് എങ്ങനെയാണ് ദീനു കിട്ടിയത്? മക്ക വിജയത്തിന്റെ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് ഒരുപാട് കാലം അവരെ പീഡിപ്പിച്ചത് കൊണ്ട് തന്നെ അതിന്റെ വേദന ഞാൻ തിരിച്ചനുഭവിക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് രക്ഷപ്പെടാൻ കപ്പലു കയറി പോകുമ്പോ ശക്തമായ കൊടുങ്കാറ്റ് വന്ന് കപ്പല് അപകടം പറ്റുമെന്ന് തോന്നിയ സമയത്ത് കപ്പലിന്റെ ആളുകൾ പറഞ്ഞു, നിങ്ങള് നിഷ്കളങ്കമായി പടച്ചവനിലേക്ക് മടങ്ങിക്കോളി, ആത്മാർത്ഥമായി നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഈ പ്രതിസന്ധിയിൽ എന്നെ രക്ഷപ്പെടുത്താൻ, കടലിൽ എന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹ്ക്ക് കഴിയെങ്കിൽ കരയിലും എന്നെ രക്ഷപ്പെടുത്താൻ ആ പടച്ചോനെ കഴിയുള്ളൂ. ആ നിഷ്കളങ്കത കൊണ്ടേ എനിക്ക് സാധിക്കൂ. അതുകൊണ്ട് ഇതൊന്ന് ഞാൻ രക്ഷപ്പെട്ട് പടച്ചോനെ എനിക്ക് നാട്ടിലേക്ക് എത്താനായാൽ ഞാൻ മുഹമ്മദ് നബിയുടെ അടുത്ത് ചെന്ന് ഇസ്ലാം സ്വീകരിക്കും എന്ന് അദ്ദേഹം പറയുകയും രക്ഷപ്പെടുകയും അദ്ദേഹം വിശ്വാസിയാവുകയും ചെയ്തു. ഒരു പ്രതിസന്ധിയാണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ പ്രതിസന്ധികൾ കൂടുതൽ നമ്മെ റബ്ബിലേക്ക് അടുപ്പിക്കണം. പക്ഷെ ഒരു വിരോധാഭാസം എന്താന്ന് ചോദിച്ചാൽ, ഒരു ഭാഗത്ത് പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും വാർത്തകളും വർത്തമാനങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മറുപുറത്ത് നമ്മൾ കാണുന്നത് എന്താ? ഇടയാളന്മാരെ വെച്ച് തേടലാണോ തേടാതിരിക്കലാണോ ദീന് എന്ന് ചർച്ച ചെയ്തിട്ട് ചില ആളുകൾ തങ്ങളുടെ ആശയത്തിന്റെ സർക്കുലർ ഇറക്കുന്നത് പോലും ഇടയാളന്മാരെ വെച്ചു തേടലാണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കാനാണ്. എന്തൊരു വിരോധാഭാസം നോക്ക് നിങ്ങൾ. കൂടുതൽ വിനയപ്പെട്ട് റബ്ബിലേക്ക് മടങ്ങേണ്ട സമയത്ത് റബ്ബിൽ നിന്ന് അകറ്റാൻ സർക്കുലർ ഇറക്കുന്ന കൂട്ടായ്മകൾ നമുക്കിടയിലുണ്ട് എന്നത് കൂടി നാം ചേർത്ത് വായിക്കണം. സഹോദരങ്ങളെ, ഇടയാളന്മാരില്ലാതെ തേടുക എന്നതിനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. മഹാനായ സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജനതയോട് പറഞ്ഞില്ലേ, ഫസ്തഗ്ഫിറൂ സുമ്മ തൂബൂ ഇലൈഹി, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക, അവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എന്റെ റബ്ബ് ഏറെ അടുത്തുള്ളവനും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രതിസന്ധികൾ നമ്മളുടെ തൗഹീദ് നന്നാകാൻ, നമ്മളിൽ നന്മകൾ വർദ്ധിക്കാൻ, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ കൂടി നമുക്ക് പ്രചോദനമേകണം. ഒരു തുള്ളി വെള്ളം അധികമാകുമ്പോഴേക്ക് ഇനി എന്തു ചെയ്യുമെന്ന് അന്തം വിട്ടു നിൽക്കുന്ന, ജീവിതത്തിന്റെ പ്ലാനുകൾ മുഴുവൻ മാറുന്ന, പ്രതിസന്ധി അനുഭവിക്കുന്ന, അമ്പരചുംബിയായ വീടുകളിൽ നിന്ന് പലപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ മുന്നിലുണ്ടാകുമ്പോൾ വിനയപ്പെടാനുള്ള മനസ്സുണ്ടാകണം. നമുക്ക് നന്മകൾ നമ്മൾ വർദ്ധിപ്പിക്കണം, പ്രയാസം അനുഭവിക്കുന്നവരെ നമ്മൾ സഹായിക്കണം, തിന്മകളിൽ നിന്ന് അകലാൻ നമുക്ക് കഴിയണം, റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ ഈ പ്രതിസന്ധികൾ നമുക്ക് പ്രചോദനമാകണം. നമ്മളുടെ തൗഹീദ് വിശുദ്ധമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ വളരെ സന്തോഷത്തോടുകൂടി അവിടെ കഴിയുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. ഫി ഷജറത്തിൻ, അദ്ദേഹം ആ സ്വർഗ്ഗത്തിലെത്തിയത് ഒരു മരം കാരണമാണ്. ഖതഅഹാ മിൻ ളഹരി ത്വരീഖ്, വഴിയിൽ
ആളുകൾക്ക് ഉപദ്രവമായി നിലനിന്നിരുന്ന ഒരു മരം മുറിച്ചു മാറ്റി ആളുകളെ സഹായിച്ച കാരണത്താൽ സ്വർഗത്തിൽ ആസ്വദിച്ച് കഴിയുന്ന ഒരു മനുഷ്യനെ എനിക്ക് കാണാനായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇതൊരു വലിയ പാഠമാണ്. മറ്റുള്ളവർക്ക് പ്രയാസവും ഉപദ്രവവും ഉണ്ടാക്കാതിരിക്കുക എന്നതും അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും നീക്കിക്കൊടുക്കാൻ ശ്രമിക്കുക എന്നതും പ്രത്യേകിച്ച് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു സവിശേഷമായ ഗുണമാണ്. നമുക്കറിയാം, മാലിന്യവും മാലിന്യ കൂമ്പാരവും മാലിന്യ നിർമ്മാർജ്ജനവും ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഏറെ ചർച്ചയായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ഇറങ്ങിത്തിരിച്ച ഒരു സഹോദരന് ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഉണ്ടാവുകയായി. സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാലിന്യങ്ങൾ, നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന മാലിന്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവവും പ്രയാസവുമാകാതിരിക്കുക എന്നത് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്. ഉപദ്രവങ്ങൾ വഴിയിൽ നിന്ന് നീക്കുക എന്നത് പുണ്യമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാരോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഉപദ്രവം നീക്കൽ പുണ്യമാണെങ്കിൽ അവിടെ ഉപദ്രവം കൊണ്ടിടൽ കുറ്റമാവുകയില്ലേ? ഹദീസുകളെ വിലയിരുത്തി പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്, വഴിയിൽ ഉപദ്രവങ്ങളും പ്രയാസങ്ങളും കൊണ്ടിടുക എന്നത് നമ്മൾ ചെയ്യുന്ന ഒരു തിന്മയായി, തെറ്റായി മാറുന്ന. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ, നമ്മുടെ കടയിലെ പല നിലക്കുള്ള മാലിന്യങ്ങൾ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ അതിനെ സംസ്കരിക്കാനുള്ളൊരു ശ്രദ്ധ പൊതുവേ മനുഷ്യൻ എന്ന നിലക്ക് നമ്മളിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് വിശ്വാസി എന്ന നിലക്ക് നമുക്ക് പരലോകത്ത് കൂലി കിട്ടുന്ന കാര്യം കൂടിയാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. അങ്ങനെ എല്ലാ നന്മകളിലും നമ്മൾ സജീവമാവുക, എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വ്യത്യസ്ത രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് നമ്മോടൊപ്പം ഈ സദസ്സിലിരിക്കുന്നവർ, ആശുപത്രികളിൽ കഴിയുന്നവർ, വീടുകളിൽ കഴിയുന്നവർ, അള്ളാഹു എല്ലാവർക്കും പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഒരു പ്രിയപ്പെട്ട ഉമ്മാമ, നമ്മളുടെ ഇവിടെയുള്ള മുതിർന്ന നമ്മളുടെ ചില പ്രവർത്തകരുടെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. അള്ളാഹു ആ മഹദിയുടെ ഖബറിടത്തിന് വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്ഫിറത്തേകി അവരെ അള്ളാഹു ആദരിക്കുമാറാകട്ടെ. എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ മരണത്തെ സ്വീകരിക്കേണ്ടി വന്നാലും തൗഹീദ് പ്രഖ്യാപിച്ച് മരിക്കാൻ കഴിയുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഴക്കാലത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേഗത്തിൽ ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والسلام على المرسلين والحمد لله رب العالمين.